ലോകകപ്പിൽ മെസ്സിയുടെ ഹാട്രിക് ഗോളിന്റെ ബലത്തിൽ അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയിരുന്നു. മത്സരത്തിൽ നേടിയ 3 ഗോളുകളിലൂടെ ലോകകപ്പ് ചരിത്രത്തിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മെസ്സി 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ മത്സരത്തിൽ ഒരു സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. അൾജീരിയൻ ക്യാപ്റ്റനും പ്രതിരോധ താരവുമായ ഐസ വാൻഡിയെ മെസ്സി ഫൗൾ ചെയ്തതാണ് ഇപ്പോൾ ഉള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ആദ്യ ഗോൾ നേടിയതിന് തൊട്ടു പിന്നാലെയുള്ള പന്തിനായുള്ള പോരാട്ടത്തിനിടെയായിരുന്നു സംഭവം. മെസ്സിയുടെ ബൂട്ടിന്റെ സ്റ്റഡ്സ് മാൻഡിയുടെ കാലിന്റെ പിൻഭാഗത്ത് പതിച്ചതായി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിനെ തുടർന്ന് റഫറി അൾജീരിയയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക് അനുവദിച്ചെങ്കിലും കാർഡൊന്നും പുറത്തെടുത്തിരുന്നില്ല. ഇതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും അപകടകരമായ ഫൗളിന് നേരിട്ട് റെഡ് കാർഡ് നൽകേണ്ടതായിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ അഭിപ്രായം. വാർ പരിശോധന നടന്നിട്ടും നടപടിയൊന്നും സ്വീകരിക്കാത്തത് പല ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം ആരാധകർ പറയുന്നത് ഇത് കളിക്കിടയിലെ സ്വാഭാവികമായ ഒരു സംഭവമാണെന്നും റെഡ് കാർഡ് നൽകേണ്ട സാഹചര്യമില്ലെന്നുമാണ്. റഫറിയുടെ തീരുമാനം ശരിയാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. മെസ്സിക്ക് റെഡ് കാർഡ് നൽകേണ്ടതായിരുന്നോ അതോ റഫറിയുടെ തീരുമാനം തന്നെയായിരുന്നു ശരി? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുടെ പ്രധാന ചർച്ച. പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം.